നമ്മളെ കൊണ്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എന്നാലോ ആരെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുത്താലോ അവന്റെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവനെ ചുമ്മാ അങ്ങനെ ആക്രമിക്കുകയാണ്. അതായത് നമുക്ക് ഒരാൾക്കൊരു വെള്ളം മേടിച്ചു കൊടുക്കാൻ കഴിയില്ല. ആരെങ്കിലും ഒരാൾ വെള്ളം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാലോ ആ വെള്ളം മേടിച്ചു കൊടുത്തവന്റെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് കുറെ മക്കൾ ഇവിടെ ഉണ്ടാവും. അതിലൊരുത്തനാണ് ദാ ഇവൻ, കണ്ടോക്ക്. ടോണി അച്ചായൻ, അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ, നന്മമരം ടോണി അച്ചായൻ. ഇയാൾ എല്ലാത്തിലും പറയുന്നത് അച്ചായൻസ് ഗോൾഡ്, അച്ചായൻ, അച്ചായൻസ് ഗോൾഡ്, അച്ചായൻ. ഈസി ആയിട്ട് ഇയാളെ സെൽഫ് പ്രൊമോഷൻ നടക്കും, ഇയാളെ കടയുടെ പ്രൊമോഷൻ നടക്കും. അവിടെ 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ചെലവാക്കേണ്ട സമയത്ത് ഇയാൾക്ക് ഇവിടെ 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ ഒരു ചാക്ക് അരി അല്ലെങ്കിൽ സാധനത്തിന് മുകളിൽ സംഗതി തീർന്നു. കണ്ടില്ലേ നമ്മുടെ അരിയണ്ണൻ സായി കൃഷ്ണ. സായി കൃഷ്ണ നമ്മളെ അച്ചായനെ പറയാണ് അയാള് സ്വന്തം കാര്യത്തിനാണ് വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ അയാളുടെ സ്വന്തം വീഡിയോസുകളോ അയാളുടെ സ്വന്തം ബ്രാൻഡുകളോ ആൾക്കാരുടെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അല്ല മൈര, നീ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? നീ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാറിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് കുറെ സിനിമാക്കാരെയും മറ്റും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെയൊക്കെ കുറിച്ചൊക്കെ നീയും കുണയ്ക്കാറുണ്ടല്ലോ കാറിന്റെ അകത്ത് കയറി. അപ്പൊ നീ പുണ്യം കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നതാണോ? എടാ, ഇന്നേ വരെ ആർക്കെങ്കിലും ഒരു വെള്ളം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഒരു വെള്ളം ആർക്കെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, ഒരു നാരങ്ങ മിഠായി നീ ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എടേ, നിന്നെ എന്നെയും കൊണ്ട് കഴിയുന്നില്ല അല്ലേ? എന്നാൽ കഴിവുള്ളവർ ചെയ്യട്ടെടേ. അയാൾ വീഡിയോ റീച്ചാക്കേ മറ്റ് എന്തോ തേങ്ങ ആയിക്കോട്ടെ, അയാൾ ചെയ്യുന്നുണ്ടല്ലോ. നിന്നെ എന്നെ കൊണ്ട് ഒരാൾക്ക് ഒരു മുട്ടായി മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. കൊടുക്കുന്നവർ ചെയ്യുന്നവർ അയാളെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സഹായം കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പൊ ആ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ ആ പാവങ്ങള് സഹായം കിട്ടി രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. നീ എന്തിനാണ് ഇങ്ങനെ കുറച്ച് അയാളുടെ തോളിൽ കയറുന്ന? അയാള് ലൈഫ് മിഷന്റെ വീടാണ് അയാൾ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, വിട്ടേക്കുക. എത്രയും സഹായങ്ങൾ അയാൾ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യുന്നില്ലേ ഇല്ലേ? നിന്നെ കൊണ്ടൊരു മാങ്ങാത്തൊലി വാങ്ങിക്കൊടുക്കാൻ പറ്റിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമാക്കാരെ കുറിച്ച് കുണയ്ക്കാൻ മാത്രം അല്ലാണ്ട് നീ ഇന്നേവരെ ആർക്കെങ്കിലും ഒരു മുട്ടായി വാങ്ങിക്കൊടുത്താളാ? അരിയണ്ണ കൊടുത്തിട്ടില്ലല്ലോ. കാറിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് മറ്റേ കുണയ്ക്കാൻ അറിയാം. ഇന്നലെ ഇറങ്ങിയ സിനിമ ഞാൻ കണ്ടു, മറ്റേ കൊള്ളൂല. ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ രാവിലെ ഇവനെ പോലുള്ള മൈരോളികൾ തിയേറ്ററിന്റെ ഫ്രണ്ടില് പായം വിരിച്ച് കിടക്കും. എന്തിനാണെന്നറിയോ? അതിന്റെ റിവ്യൂ ഇട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. എന്നാ ആ പൈസ നീ ഉണ്ടാക്കുന്നുണ്ട്. നീ ആർക്കെങ്കിലും ഒരു മുട്ടായി വാങ്ങി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എടാ, അയാൾ ചെയ്യട്ടെടാ. അയാള് റീച്ചാക്കട്ടെ, അയാളുടെ ബ്രാൻഡ് റീച്ചാക്കട്ടെ, എന്തോ ആയിക്കോട്ടെ. അയാൾ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളെ ചോദ്യം. മനസ്സിലായില്ലേ? നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ പിരിച്ചിട്ടോ ഒന്നും അല്ല അയാൾ കൊടുക്കുന്ന. അയാൾക്ക് കിട്ടുന്നതിൽ പങ്ക് അയാള് പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ഇല്ലേ മൈരേ? ഇല്ലേ? പിന്നെ നിനക്ക് എന്തിന്റെ കടിയാണ്? ഒരു കാറിന്റെ അകത്തിരുന്നിട്ട് ഒരു 15-20 മിനിറ്റിന്റെ വീഡിയോ അങ്കയാണ് കുങ്കയാണ്. എടാ വല്ലപ്പ പണിയെടുത്ത് ജീവിക്കടാ. വീഡിയോ ചെയ്തോ, നല്ല കാര്യങ്ങൾക്ക് വീഡിയോ ചെയ്യ്. ഇമ്മാതിരിയത്തെ കുണച്ച കാര്യങ്ങൾക്കൊക്കെ എന്തിനാടാ വീഡിയോ ചെയ്യുന്നത്? അയാളെ നാട്ടിച്ചുകൊണ്ട് നിനക്ക് എന്ത് തേങ്ങ കിട്ടിയേ? എന്നാൽ നീ എന്തെങ്കിലും ഒരു മൈര ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഒരാൾക്കൊരു മുട്ടായി പോലും നിന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയൂല, എന്നാലും വന്നിട്ട് കുണയ്ക്കും. ഡേ അരിയണ്ണ ഡേ നിർത്തടാ, പോടാ, മതിയടാ നിന്റെ കുണവധികാരം. വലിയ കുണയ്ക്കാൻ വേണ്ടി വന്നിരിക്കണവൻ. ഒരാൾക്കൊരു മുട്ടായി മേടിച്ച് കൊടുക്കുകയില്ല, കൊടുക്കുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യും. എന്നിട്ട് ഓൻ്റെ കാറിൻ്റെ അകത്ത് കയറി നിന്നിട്ടുള്ള കുണവധികാരം. ഡേയ്, മിണ്ടരുത്. മിണ്ടിയാ തിരുത്തളയും, മിണ്ടിപ്പോരുത് കേട്ടല്ലേ? വണ്ടി വിട്ടോ.